ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ദിവസമാണ് ജൂൺ 5. ജൂൺ 5-ൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പരിസ്ഥിതി ദിനമാണ് ഇന്ന്. പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ തൈകൾ നട്ട് പിടിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പരിസരമെല്ലാം വൃത്തിയാക്കി വെടിപ്പാക്കി നമ്മൾ പുല്ലുകളെല്ലാം പറിച്ച് നല്ല നമുക്ക് അനുഭവങ്ങൾ കിട്ടുന്ന നല്ല നല്ല മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. വഴിയരികിലും അതുമാതിരി സ്ഥാപനങ്ങളിൽ, വീടുകളിൽ എല്ലാം സ്ഥലത്തും നമ്മൾ മരങ്ങൾ നടും. അത് കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ നടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ദിവസത്തിൻ്റെ. ഇനി നമുക്ക് നമ്മുടെ പുഴകൾ, അതുമാതിരി നമ്മുടെ പാടങ്ങൾ, നമ്മുടെ പച്ചപ്പ്, ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ എന്തോരം മനോഹരമാണ്. നമ്മുടെ പണ്ട് കാലങ്ങളിൽ നട്ടുപിടിപ്പിച്ച ഒത്തിരി മരങ്ങൾ, എന്തൊരു പഴങ്ങൾ നിറഞ്ഞ്, മാങ്ങയായിട്ടും ചക്കയായിട്ടും അതുമാതിരി തന്നെ ഏതെല്ലാം തരം പഴവർഗ്ഗങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ളത്. ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടാകുന്ന പല സ്ഥലങ്ങളിലെ ഗൾഫ് രാജ്യങ്ങൾ, അങ്ങനെയൊക്കെ ഓരോ ഏരിയയിലും ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന മരങ്ങളെല്ലാം ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ പിടിപ്പിച്ചു തുടങ്ങി. അതുപോലെ തന്നെ കേരളത്തിലെ പല മരങ്ങളും പല രാജ്യങ്ങൾ വിട്ടുപോയി അവിടെയും മരങ്ങൾ പിടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിമനോഹരമായ നമ്മുടെ ഈ നാടിനെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. നമ്മുടെ ആ സംരക്ഷണം അധികം വൃത്തിയും വെടുപ്പും ആയി, അതുമാതിരി തന്നെ അതിൻ്റെ പുല്ലുകൾ നമ്മൾ നല്ല രീതിയിൽ പറിച്ച് കളഞ്ഞ് നല്ല ചെടികളെ നല്ലോണം സംരക്ഷിക്കണം. അതിൻ്റെ ആദായങ്ങളും നമ്മൾ നല്ല രീതിയിൽ എടുത്ത് ഉപയോഗിക്കാനും നോക്കണം. ഇന്ന് നമ്മുടെ വിശപ്പ് മാറ്റുന്ന ഒരു ഇതാണ് പഴവർഗ്ഗങ്ങൾ. അതുമാതിരി നമുക്ക് നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻ ഉണ്ടാവുന്നതാണ്. ഇന്ന് ജീവികൾക്ക് ജീവിക്കാൻ, അതുമാതിരി മൃഗങ്ങൾക്ക് ഒരു ഭക്ഷണമാണ് പഴങ്ങൾ കഴിക്കാൻ. അതുമാതിരി തന്നെയാണ് നമ്മുടെ കിളികൾ. എത്രയോ തരം കിളികളാണ് മാങ്ങയായിട്ടും ചക്കയായിട്ടൊക്കെ തിന്നാൻ ഓടിയിട്ട് വരിക. അതുമാതിരി തന്നെയാണ് നമ്മുടെ ഈ മനുഷ്യർക്കും വലിയൊരു ഇതാണ് ഈ പഴവർഗ്ഗങ്ങൾ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും വിറ്റാമിനും കൂടിയതാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അതുമാതിരി തന്നെ നമ്മൾ കറികൾ വയ്ക്കാനും നമ്മുടെ ഭക്ഷണത്തിലേക്ക് അതൊരു ഭാഗമാക്കാനും നമ്മളിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ പഴവർഗ്ഗങ്ങൾ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ് നിർത്തുന്നു.